ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിന്നു. കുഞ്ഞൂസ് ആൻഡ് അമ്മൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇവർക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനലിൽ ഞാൻ മെയിനായിട്ട് ഇടുന്നത് PSC ആയിട്ട് കുറച്ച് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ്. എനിക്ക് കിട്ടുന്ന കുറച്ച് സമയങ്ങളിൽ ഞാൻ എങ്ങനെയാണ് PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തന്നെ അത് പഠിക്കാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ കിട്ടുമെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അപ്പം ഞാൻ ഏത് രീതി ഫോളോ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാൻ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റാങ്ക് ഫയല് ലക്ഷ്യയുടെയാണ്. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു റാങ്ക് ഫയലാണിത്. എനിക്കൊരു പൊടിയാളുണ്ട്, അദ്ദേഹം ഇത് ഒരു പരുവാക്കി വെച്ചേക്കാണ്. ഇപ്പോൾ ഞാൻ പുതിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾക്ക് അത്യാവശ്യം നല്ലൊരു റാങ്ക് ഫയലാണ്. നമുക്ക് തുടക്കക്കാർക്ക് ആദ്യമേ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റാങ്ക് ഫയലാണ്. നമുക്ക് ആദ്യം മുതലേ ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ലക്ഷ്യയുടെ ഒരു റാങ്ക് ഫയലാണ് കേട്ടോ. ഏത് റാങ്ക് ഫയൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ കയ്യിരിക്കുന്നത് ഇപ്പോഴത്തെ ലക്ഷ്യയുടെ ഒരു റാങ്ക് ഫയൽ. അത് ഈ വർഷത്തെ അല്ല കേട്ടോ, കഴിഞ്ഞ വർഷത്തെയാണ്. ഇത് 2 വർഷമായി, 2024. പിന്നീട് ഞാൻ പഠിക്കാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ കിട്ടുന്നത് മാക്സിമം ഞാനിങ്ങനെ ശേഖരിച്ച് വെച്ചാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ, കുറേയൊക്കെ ഞാൻ പിന്നെ യൂട്യൂബിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുക്കും. എനിക്ക് അത്രയ്ക്ക് സമയമൊന്നും കിട്ടാറില്ല. കിട്ടുന്ന സമയം വെച്ചാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്ക് സയൻസിന് വേണ്ടി ഒരു ലക്ഷ്യയുടെ തന്നെ ഒരു ചെറിയൊരു ബുക്കുണ്ട്. അത് സൂപ്പർ ലക്ഷ്യയുടെ അത്യാവശ്യം എല്ലാ ബുക്കുകളും നല്ല ബുക്കുകൾ തന്നെയാണ് കേട്ടോ. ഈ ലക്ഷ്യയുടെ ഒരു ബുക്ക് വെച്ചിട്ടാണ് പറയുന്നത്. അതിന് എനിക്ക് ഒരു സയൻസിന് വേണ്ടി ഒരെണ്ണമുണ്ട്. പിന്നെ നമ്മുടെ ഈ ഹിസ്റ്ററി തന്നെ 2 അത് 2 പാർട്ടായിട്ടാണ് എൻ്റെ ഇരിക്കുന്നത്. അതും അത്യാവശ്യം നല്ല 2 ബുക്കാണ്. അത് ലക്ഷ്യയുടെ അത് ഇപ്പോൾ SCERT സിലബസ് അത് വെച്ചിട്ടാണ് അവർ ഈ 2 ബുക്കും അവർ റെഡിയാക്കിയേക്കുന്നത്. SCERTയുടെ 2 ബുക്ക് ഇത് വെച്ചിട്ടാണ്. അത് പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ അതിൻ്റെ പേര് തന്നെ അതാണ്. ഇത് എൻ്റെ മോളാണെങ്കിൽ വലിച്ചത് എൻ്റെ പൊടി മൊത്തം പോയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ വെച്ചിട്ട് നല്ലതുപോലെ പൊതിയൊക്കെ ഇട്ട് സെറ്റാക്കിയിരിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് കാണിച്ചു തരാൻ വേണ്ടി എനിക്ക് കഴിയില്ല, ഞാൻ പൊതിഞ്ഞ് ശരിക്കും. പക്ഷേ ഇത് അത്യാവശ്യം നല്ലൊരു ബുക്ക്. ലക്ഷ്യയുടെ സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്ക് ഈ ബുക്ക് കാണാൻ പറ്റും. അത് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. അത് രണ്ട് ബുക്കും അതേപോലെയാണ്. അത് SCERTയുടെ 5 to 6 ക്ലാസ്സിൻ്റെ ഉണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് തുടങ്ങുന്നതും ഉണ്ട്. അപ്പോൾ നമ്മൾ PSCയുടെ പഠിക്കാൻ എടുത്താലും നമ്മൾ മെയിനായിട്ട് ഫോളോ ചെയ്യേണ്ടത് SCERTയുടെ സിലബസാണ്. അത് PSCയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അത് നമ്മൾ കിട്ടുന്ന മാക്സിമം നമ്മളെ കിട്ടുന്നത് വെച്ചിട്ട് നമ്മൾ അത് ആ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ അത് ഓരോ ഇതിൽ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അത് ഏത് പരീക്ഷയിൽ നമ്മൾ എടുത്ത് നോക്കിയാലും അതിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത് ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ, ആ ഒരു ഭാഗമാണ്. പിന്നെ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ചാന്നാലകൾ, അത് നമ്മൾ ഇയർ അനുസരിച്ച് അങ്ങനെ കുറച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം കൂടുതൽ എന്തായാലും പറയുന്നത് രോഗങ്ങൾ പിന്നെ രോഗങ്ങളും പിന്നെ നമ്മുടെ എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന ഇത് ദശാംശ സംഖ്യയുള്ളത്, അങ്ങനെ പിന്നെ നമ്മളെ ഈ ദശാംശ സംഖ്യകളുടേത്, പിന്നെ നമ്മൾ ഈ അരിത്തമെറ്റിക്കൽ സീക്വൻസ്, പിന്നെ നമുക്ക് ലോജിക്കൽ മാത്സ് അങ്ങനെ കുറേയൊക്കെ നമുക്ക് പഠിച്ചില്ലെങ്കിലും നമ്മൾ മുമ്പ് പഠിച്ചു വെച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് പഠിച്ചാലേ അത് ചെയ്യാൻ പറ്റും. പക്ഷെ പഠിക്കുന്നവർക്ക് ഉറപ്പായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് PSC എന്ന് പറയുന്നത്. അത് നമുക്ക് അതേ PSC എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ഞാനിപ്പോൾ പഠിക്കുന്ന രീതി എന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും ബുക്കുകൾ വെച്ചിട്ടാണ് ഇപ്പോൾ പഠിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ, എനിക്ക് എപ്പോഴും ഇങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് ഈ ബുക്കുകളെല്ലാം എടുത്ത് വെച്ച് പഠിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ ബുക്കുകളൊക്കെ എടുക്കുമ്പോഴത്തേക്ക്
എനിക്കൊരു ഇളയാളുണ്ട്. അയാൾ ബുക്കും പേനയും കണ്ടാൽ എനിക്ക് തിരിച്ച് തരത്തില്ല, അത് വലിച്ചു കീറും, ബുക്ക് മൊത്തം കുത്തി വരയ്ക്കുക. അപ്പോൾ ഞാൻ കൂടുതലും ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒരു 10 ക്വസ്റ്റ്യൻസ് വീതം ഞാനത് ഒരു ബുക്കിൽ എഴുതി വെക്കും. എന്നിട്ട് ഒന്നും പഠിച്ചില്ലെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ ഒന്നും പഠിച്ചില്ലെങ്കിലും ആ 10 ക്വസ്റ്റ്യൻസ് ഞാൻ അന്ന് പഠിച്ചിട്ടേ കിടക്കാറുള്ളൂ. അത് പഠിച്ച് അത് റിവൈസ് ചെയ്ത് പിന്നെ അടുത്ത ദിവസം ഞാൻ വീണ്ടും ഒരു 10 ക്വസ്റ്റ്യൻസ് പഠിക്കും. ആ 10 ക്വസ്റ്റ്യനും ഞാൻ വീണ്ടും റിവൈസ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ പഠിച്ച ആ 10 ക്വസ്റ്റ്യൻസ് വീതം റിവൈസ് ചെയ്തിട്ട് അടുത്ത 10 ക്വസ്റ്റ്യൻ ഞാൻ പഠിക്കാൻ ശ്രമിക്കും. ഞാൻ അങ്ങനെയാണ് പഠിക്കുന്നത്. എന്നെക്കൊണ്ട് ഒരുപാടൊന്നും പഠിക്കാൻ പറ്റത്തില്ല, എൻ്റെ മൈൻഡിൽ നിൽക്കില്ല. അപ്പോൾ ഞാനും സത്യം പറഞ്ഞാൽ PSC ഒരു തുടക്കക്കാരി തന്നെയാണ് ഞാനും. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പഠിക്കുമ്പോൾ എന്നെപ്പോലുള്ള ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കുമല്ലോ. അപ്പം ഞാൻ പഠിക്കുന്ന രീതി ഒന്ന് പറഞ്ഞു കൊടുത്താൽ അത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പിന്നെ ഞാൻ പഠിക്കുന്നത് എൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാൻ പഠിക്കുന്ന 10 ക്വസ്റ്റ്യൻസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാറുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും എൻ്റെ രീതിക്കനുസരിച്ച് പോകാം, അങ്ങനെ എന്നെപ്പോലെ വീട്ടിലെ ജോലികൾ നോക്കി ഇടയ്ക്ക് കുറച്ച് സമയങ്ങളിൽ മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. കുട്ടികളെ നോക്കണം, വീട്ടുകാരെ നോക്കണം, വേറെ സമയമൊന്നും കിട്ടത്തില്ല, കുറച്ച് സമയം മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്താൽ നമുക്ക് ഒരുപാടൊന്നും ഞാൻ ഇടാറില്ല. കുറച്ച് 10 ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്. എൻ്റെ ഒരു രീതിക്കനുസരിച്ചാണ് ഞാനിടുന്നത്. ഞാൻ പഠിക്കുന്ന രീതി എനിക്ക് വെളിയിൽ നിന്ന് പറഞ്ഞു തരാൻ അങ്ങനെ മിങ്കിൾ ചെയ്ത് പഠിക്കാനൊന്നും അങ്ങനെ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ തിരഞ്ഞെടുത്ത് ചിലപ്പോൾ സയൻസ് ആയിരിക്കും പഠിക്കുന്നത്, ചിലപ്പോൾ ഹിസ്റ്ററി ആയിരിക്കും പഠിക്കുന്നത്, ചിലപ്പോൾ മാത്സ് ആയിരിക്കും പഠിക്കുന്നത്. ആ ഒരു രീതിക്ക് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു 10 ക്വസ്റ്റ്യൻസ് എഴുതി വെക്കും. എനിക്കിഷ്ടപ്പെട്ടെന്നല്ല, ഒരു പോർഷൻസിലെ 10 ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ട് ആ 10 ക്വസ്റ്റ്യൻസ് ഞാൻ പഠിക്കും. ആ പോർഷൻസിൽ തന്നെ വീണ്ടും 10 ക്വസ്റ്റ്യൻ എഴുതി അത് പഠിക്കും. അങ്ങനെ കവർ ചെയ്താണ് ഞാൻ പഠിക്കുന്നത്. അത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാറുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ എൻ്റെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആ 10 ക്വസ്റ്റ്യൻസ് വീതം നിങ്ങൾക്കും പഠിക്കാൻ സാധിക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു.